എവരിവൺ, നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നതാണ് ICAR അഡ്മിഷൻ പ്രോസസ്സ്. അത് സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നാം, ICAR റാങ്ക് ലിസ്റ്റ് വന്നില്ലല്ലോ എന്ന്. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്കായിരിക്കും അവരുടെ പേര് വെച്ചിട്ടായിരിക്കും അവർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതിനനുസരിച്ചായിരിക്കും അലോട്ട്മെന്റ് പ്രോസസ്സുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, 23-ാം തീയതി വരെ മാത്രമാണ് ഇതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുക. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നലെ 19-ന് തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്നലെ മിഡ് നൈറ്റ് ഒക്കെ ആയത് സൈറ്റ് ക്ലിയർ ആയി വരാനായിട്ട്. അപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മുതൽ കൃത്യമായിട്ട് ഈ ഒരു സൈറ്റിനകത്ത് കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ അഡ്മിഷൻ പ്രോസസ്സുകളെല്ലാം നടക്കുന്നത് ICARadmissions.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്താണ്. അപ്പോൾ ആ സൈറ്റിലേക്ക് നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും താഴേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. അവിടെ യൂണിവേഴ്സിറ്റി ലോഗിനും ഉണ്ട്, ആപ്ലിക്കൻ്റ് ലോഗിനും ഉണ്ട്. പല കുട്ടികളുടെ ഡൗട്ട് യൂണിവേഴ്സിറ്റി ലോഗിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്യാനുള്ള ലോഗിൻ ആണോ എന്നാണ്. അല്ല, യൂണിവേഴ്സിറ്റി ലോഗിൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിക്കാർ ചെയ്യുന്ന ലോഗിൻ ആണ്. ആപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ലോഗിൻ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കൻ്റ് ലോഗിനിലേക്ക് കയറുക. അതിനകത്ത് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ വന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ സൈൻ ഇൻ ബട്ടൺ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ലോഗിൻ ID-യും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. സോ ലോഗിൻ ID എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ ക്രെഡൻഷ്യൽസ്, അതായത് നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് അതിൻ്റെ ക്രെഡൻഷ്യൽസ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പാസ്വേഡ്. ഇനി അഥവാ ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയി എന്ന് വിചാരിക്കുക. ആക്ച്വലി നിങ്ങളുടെ NTA ID തന്നെയാണ്, നിങ്ങൾ എക്സാമിനേഷൻ ഉപയോഗിച്ച ID തന്നെയാണ് നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത്. പാസ്വേഡ് നിങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് പാസ്വേഡായിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1994 ജനിച്ച ഒരാൾ 5-ാം മാസം എന്ന് വിചാരിക്കുക, 20-ാം തീയതി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് വരുന്നത് ആദ്യം വർഷമായിരിക്കും. ഇപ്പോൾ 1994. അത് കഴിഞ്ഞിട്ട് മാസം എന്ന് പറയുമ്പോൾ 5-ാം മാസമാണെങ്കിൽ 05 എന്ന് വേണം കൊടുക്കേണ്ടത്, 2 ഡിജിറ്റ്സിൽ വേണം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ്, അതും 1 മുതൽ 9 വരെ ഉള്ളതാണെങ്കിൽ 0 ചേർത്ത് 2 ഡിജിറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. സോ ഇങ്ങനെ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഈ പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് രജിസ്റ്റർ ഫോർ സീറ്റ് അലോക്കേഷൻ എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണും. നിങ്ങൾ ആ ഐക്കണിലേക്ക് എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുറേ ഡീറ്റെയിൽസ് വന്നിട്ട് സൈഡിൽ ഇൻകംപ്ലീറ്റ് എന്ന് കണ്ടതിന് ശേഷം എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ എഡിറ്റ് ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ അപ്ലോഡ് ഫോട്ടോ, സിഗ്നേച്ചർ, അങ്ങനെ കുറേ സെക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേത് ഏതാ, നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ നെയിം, ഫാദർ നെയിം, മദർ നെയിം, അങ്ങനെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുക്കുക. അതിനകത്ത് വേറെ ഡൗട്ട്സ് ഒന്നും വരാനില്ല. എവറിത്തിങ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കൃത്യമായിട്ട് ഇൻക്ലൂഡിങ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പേരൊക്കെ കൊടുക്കുമ്പോൾ ആധാറിൽ എന്താണോ പേര് ആ രീതിക്ക് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പേരൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തി തന്നെ കൊടുക്കണം. കാരണം പിന്നീട് നമുക്ക് ചിലപ്പോൾ ഈ ചില ഡീറ്റെയിൽസ്, അതായത് ഈ ആദ്യം കൊടുക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് പിന്നീട് എഡിറ്റിംഗ് ഓപ്ഷനിൽ വരാറില്ല. എസ്പെഷ്യലി മൊബൈൽ നമ്പർ, ഇമെയിൽ, ഇതൊന്നും നമുക്ക് പിന്നീട് എഡിറ്റബിൾ അല്ല, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊന്നും തെറ്റ് വരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തി വേണം നിങ്ങൾ കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം വരുന്ന നെക്സ്റ്റ് സെക്ഷനിലാണ് സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും വരുന്നത്. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ JPG ഫോമാറ്റിൽ അവിടെ ഒരു സൈസ് അവർ പറഞ്ഞിട്ടുണ്ട്. ആ സൈസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഇതിന് എളുപ്പ വഴിയുണ്ട്. ആർക്കെങ്കിലും സൈസ് അങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞുകൂടായെങ്കിൽ ഓൺലൈനിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിനകത്ത് കയറിയിട്ട് ഫോട്ടോ റീസൈസർ എന്ന് പറയുന്നത് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന കുറേ വെബ്സൈറ്റുകളുണ്ട്. ഓൺലൈനായിട്ട് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ കൊടുത്ത് നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത്, എത്ര സൈസിലാണോ അത് ഔട്ട് കിട്ടേണ്ടത്, ഇതെല്ലാം അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് സൈസിൽ നമുക്ക് ഫോട്ടോ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്താൽ മതി. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സിഗ്നേച്ചർ. അതും ഈ പറയുന്ന അതേ സൈസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ആദ്യം നിങ്ങൾ 10th ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ഗ്രേഡ് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ഗ്രേഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ കണക്കാക്കുക, 90 മുതൽ 100 വരെയാണ് A+ എങ്കിൽ അതിൻ്റെ ആവറേജ് മാർക്കായിട്ട് നിങ്ങൾ തൽക്കാലം 95 എടുക്കുക. ഓക്കെ, അതുപോലെ 80-നും 90-നും ഇടയ്ക്കാണല്ലോ A വരുന്നത്. അപ്പോൾ അതിൻ്റെ ആവറേജ് മാർക്കായിട്ടുള്ള 85 വേണം നിങ്ങൾ അതിനെടുക്കേണ്ടത്. ഈ രീതിയിൽ നിങ്ങൾ സ്കോർ
ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെർസെൻറ്റേജ് കണക്കാക്കുമ്പോഴും ഇതിന് ഈ കിട്ടിയ മാർക്കിനെ തന്നെ ഡിവൈഡ് ബൈ എത്ര സബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കി പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് എഴുതിയാൽ മതിയാകും. അതിനുശേഷം 12th ഡീറ്റെയിൽസ് കൊടുക്കണം. ഈ 2 ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് 12th ഓരോ സബ്ജക്റ്റിനും കിട്ടിയ മാർക്കും അതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങളുടെ എത്ര ഓരോ സബ്ജക്റ്റിനും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്സിന് എത്രയാണ്, ഫിസിക്സിന് എത്രയാണ്, അങ്ങനെ ഓരോ സബ്ജക്ട്സിൻ്റെയും മാർക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നും, +2ൻ്റെ മാർക്ക് മാത്രമാണോ അതോ +1 ഇനി ചേർത്താണോ എടുക്കേണ്ടത്? നിങ്ങളുടെ കമ്പൈൻഡ് മാർക്ക് നിങ്ങളിവിടെ കൊടുക്കുക. അപ്പോൾ 200-നാണല്ലോ നിങ്ങളുടെ കമ്പൈൻഡ് മാർക്ക് വരുന്നത്, അതായിരിക്കും നിങ്ങളവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് നിങ്ങളുടെ CUT മാർക്സ് അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലും ഓരോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഴുതിയിട്ടുള്ളവർക്ക് അവർക്കും അതിനും നിങ്ങൾക്ക് എത്ര മാർക്സ് CUTയിൽ കിട്ടി അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. എനിക്ക് ഇന്ന് രാവിലെയും വന്നൊരു കോൾ ഉണ്ടായിരുന്നു. അതായത് പഠിച്ചത് PCB ആണ് പക്ഷേ എഴുതിയത് ABC ആണെന്ന്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, PCB പഠിച്ചെങ്കിൽ PCB എക്സാം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അത് ഈ വർഷം വന്ന മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് PCB പഠിച്ചവരാണെങ്കിൽ PCBയുടെ മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പേരും അത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. വളരെ ചുരുക്കം ചില യൂണിവേഴ്സിറ്റികളിൽ PCB പഠിച്ചവർക്കും ABC കോംബോ അവർ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ വളരെ റെയർ ആണ്, വിരലിൽ എണ്ണാവുന്നതേ കാണത്തുള്ളൂ. ആ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അത്തരം യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ABC കോംബോ എഴുതി പോയി എങ്കിൽ ഇനി ആകെ ഒരു ഓപ്ഷൻ അങ്ങനെ മാത്രമേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് ആണ്. ഒരുപാട് കോൾസ് എനിക്ക് വരുന്ന ഈ ഒരു മേഖലയിൽ നിന്നാണ്, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓഫ് കോഴ്സ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ അപ്ലോഡ് ചെയ്യുക, JPG ഫോമാറ്റ് ആക്കിയതിന് ശേഷം. അതേസമയം നിങ്ങൾക്ക് PDF ഫോർമാറ്റിലും വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം, മീൻസ് അപ്ലോഡ് ചെയ്യാം കൊടുത്തിട്ടുണ്ട്. കാരണം JPG അതുപോലെ തന്നെ BMP PDF ഫോർമാറ്റ്സ് അലൗ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അഥവാ നിങ്ങളുടെ കയ്യിൽ PDF ഇല്ല, പക്ഷേ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഹാർഡ് കോപ്പി ഉണ്ട്, നിങ്ങൾ പരീക്ഷയ്ക്ക് പോയതിൻ്റെ ഹാർഡ് കോപ്പി ഉണ്ട്, ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ എടുത്ത് JPG ആക്കി അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ആ ഡൗട്ട് നിങ്ങൾക്ക് തീർന്നല്ലോ. അടുത്ത് വരുന്ന പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി കാണിക്കുന്ന ഏത് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഈവൻ SSLC സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ് തന്നെ മതി. കാരണം അതിനകത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ CBSE സിലബസുകാരും ICSE സിലബസുകാരും ശ്രദ്ധിക്കേണ്ടത് അവരുടെ 10th മാർക്ക് ഷീറ്റിൽ അത് എഴുതിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലേ നിങ്ങൾക്കത് വാലിഡ് ആകുള്ളൂ. അതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം SC ST അങ്ങനെയുള്ള റിസർവേഷൻ കാറ്റഗറി ഇൻക്ലൂഡിംഗ് ജനറൽ EWS കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ പോലും അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എല്ലാ മാർക്ക് ഷീറ്റുകളും 10th-ൻ്റെയും 12th-ൻ്റെയും മാർക്ക് ഷീറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഇനി ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അക്ഷയ സെൻറ്ററിൽ പോയി നിങ്ങൾ അപ്ലൈ ചെയ്ത് വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ സൈൻ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു കാലതാമസം ഉണ്ടായേക്കാം. ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക ഇന്ന് തന്നെ, അല്ലെങ്കിൽ വീഡിയോ കാണുന്ന അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പോയി അപ്ലൈ ചെയ്യുക. 23-ന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുവെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ആക്ച്വലി SSLC സർട്ടിഫിക്കറ്റും 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും അതിന് തുല്യമാണ്. കാരണം അതിനകത്തും അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. സോ ഒരു അഡ്രസ് പ്രൂഫായിട്ടാണ് ആക്ച്വലി ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുന്നത്. പക്ഷേ പ്രശ്നം CBSEക്കും ICSE സ്റ്റുഡൻസിനും ആയിരിക്കും. കാരണം അവരുടെ 10th സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എഴുതിയിട്ടില്ല. സോ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇതൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിലും കയ്യിലുണ്ട് എങ്കിൽ അതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യുക. കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയി വരും. ആ സമയത്ത് നമുക്ക് ഇത്തരം സർട്ടിഫിക്കറ്റ് ചില എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാനായിട്ട് തൽക്കാലം സാധിക്കും. കാരണം നമ്മൾ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ സെക്ഷനിൽ നിന്ന് തന്നെ നമ്മൾ ഔട്ടായി പോകും. അങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം നമ്മൾ ഏതെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ 12th കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഓക്കെ ആണ്, കാരണം അവരുടെ കയ്യിൽ TC ഉണ്ട്. പക്ഷെ അതേസമയം ഡിഗ്രി അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സിന്റെ കേസിൽ അവർ ചിലപ്പോൾ ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അവർ ഓൾറെഡി ഈ TC മറ്റൊരു കോളേജിൽ കൊടുത്തവരായിരിക്കും. അത്തരക്കാർ എന്ത് ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു ഡൗട്ട് വരുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. അപ്പം നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ട് എങ്കിൽ, ഒരു സെറോക്സ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ അതൊന്ന് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ഇനി അതൊന്നുമില്ല, അതിൻ്റെ ഒരു കോപ്പിയും കയ്യിലില്ല, എല്ലാം ഇനി കോളേജിലേക്ക് കൊടുത്തു കഴിഞ്ഞു
എങ്കിൽ നിങ്ങൾ കോളേജിലേക്ക് അർജന്റായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിൻ്റെ ഒരു കോപ്പി വേണമെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒറിജിനൽ തിരിച്ച് തരാനല്ല നമ്മൾ ചോദിക്കുന്നത്, ജസ്റ്റ് ഒരു കോപ്പി വേണം എന്ന് പറഞ്ഞാൽ മതി. എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ കോളേജുകളും അത് അലോ ചെയ്യാറുണ്ട്. ഞാനും അത് എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റും, നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. വളരെ അർജന്റ് ആണെന്ന് തന്നെ എഴുതുക, അവിടെ മോൾ എഴുതുക, അല്ലെങ്കിൽ അവിടെ എഴുതുക അർജന്റ് നീഡാണെന്ന് എഴുതുക, അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പോൾ അവർ അതിൻ്റെ ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ അത് ഫോട്ടോ എടുക്കാനോ ഉള്ള ഒരു പെർമിഷൻ നമുക്ക് തരും. അപ്പോൾ നമുക്ക് അതിൻ്റെ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എത്രയും വേഗം അത് ചെയ്യുക, കാരണം ഇപ്പോൾ വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഹോളിഡേയ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ദെൻ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 ഇയർ ആണ് അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. 1 ഇയർ വാലിഡിറ്റി കഴിഞ്ഞു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയൊരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച സ്കൂളിൽ പോയാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫീസറിൻ്റെ അടുത്ത് പോയാൽ ചിലപ്പോൾ അവർ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എഴുതി തരണമെന്നില്ല, കാരണം നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് മറ്റൊരാൾക്ക് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിച്ച സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എഴുതി തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. 1 വർഷം കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാകും. പിന്നെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം ഒരു പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. സോ അതെല്ലാം പ്രൊസീഡ് ബട്ടൺ കൊടുത്ത് പോവുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് അവർ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും കൂടി ഒരു PDF പോലെ കാണിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു കൺഫേം ദ എബവ് എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. അത് ടിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പേയ്മെന്റിന്റെ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം പേയ്മെന്റ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഇത്രയുമാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരികയും അതിനുശേഷം യൂണിവേഴ്സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയർ ഉണ്ട്, കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയർ ഉണ്ട്. ഇതെല്ലാം ഇതിന് ശേഷമാണ് ഇനി വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അർജന്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നാളെ ഇത് മാറ്റി വെക്കരുത്. 23-ാം തീയതി വരെ ഉള്ളൂ. സോ ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് തന്നെ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക കമന്റ് സെക്ഷനിൽ. സോ അത് ക്ലാരിഫൈ ചെയ്യുന്ന വീഡിയോ ഇതിന്റെ ബാലൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മക്കളെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.